നിശാന്ത്, റീസെന്റ്ലി യൂസ്ഡ് കാർ GST ഒരു കൺഫ്യൂഷൻ വന്നല്ലായിരുന്നോ? എന്തായിരുന്നു അതിന്റെ ഒരു കാര്യം? ഇവിടെ ശരിയാ, ഒരു ഇൻക്രീസ് വന്നു GST. 12% ടാക്സ് ചെയ്തിരുന്ന യൂസ്ഡ് കാർസിനെ 18% ആക്കി. അപ്പൊ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് വരുന്നൊരു ന്യൂസ് തന്നെയാണിത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇത് എന്നെയോ അഖിലിനെയോ ബാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ GST അടക്കണ്ട. പക്ഷെ ഇത് ആരെ ബാധിക്കുന്നത്? രജിസ്റ്റേർഡ് യൂസ്ഡ് കാർ ഡീലേഴ്സിനെ, പിന്നെ GSTയുടെ പരിധിയിൽ വരുന്ന ചില ബിസിനസ് ഓണേഴ്സ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ട്. ഇപ്പോൾ മാരുതി, ട്രൂ വാല്യൂ പോലെ കുറെ യൂസ്ഡ് കാർ ഡീലേഴ്സ് ഉണ്ട്. സോ ഇത് ഓണേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല, ഇൻഡിവിജ്വൽ ഓണേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇവിടെ സത്യത്തിൽ മിനിസ്ട്രി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാം. പെട്രോൾ കാർ ആയിക്കോട്ടെ, ഡീസൽ കാർ ആയിക്കോട്ടെ, CNG കാർ ആയിക്കോട്ടെ, ഇലക്ട്രിക് വെഹിക്കിൾ ആയിക്കോട്ടെ, ഇതിന്റെ ഒരു യൂസ്ഡ് കാർ കച്ചവടം നടക്കുന്നെങ്കിൽ ഈ ഡീലർ ഇത്രയും നാൾ 12%, അത് ഡിഫറെന്റ് റേറ്റ്സാണ് ഓരോ കാറ്റഗറിക്ക് വന്നത്, അതിനെ മാറ്റി എല്ലാത്തിനും കൂടെ 18 ആക്കി. 18 ടാക്സ് അടയ്ക്കുക. അതും എന്തിലടക്കണ്ടേ? മാർജിനിൽ മാത്രം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫോക്കസ്. അതും ക്രൗഡ് വിട്ടുപോയി ഹൈലൈറ്റ് ചെയ്താണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂസ് കാർ ഡീലറാണ്. 5 lakhs ഒരു കാർ മേടിക്കുന്നു, 8 lakhs വിറ്റു. എന്റെ മാർജിൻ എന്താ പറയുന്നത്? 3 lakhs ആണ്. ഈ 3 lakhs മാത്രമാണ് 18% GST വരുന്നത്. സോ ഇൻ ഷോർട്ട്, ഒരു ഡീലർ, കാർ ഡീലർ കാർ വിൽക്കുകയാണെങ്കിൽ അതിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് മാത്രമാണ് ഈ 18% ടാക്സ് വരുന്നത്.